നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ റിയർ ഷോക്ക് അബ്സോർവർ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് ആക്കണം, അല്ലെങ്കിൽ ഹൈറ്റ് ഒരു അല്പം കുറയ്ക്കണം. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷോക്ക് അബ്സോർവർ മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം സാധിക്കുമോ? ഇങ്ങനെ ഒരു സംശയം കുറച്ച് പേർക്കെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അതായത് വാഹനം കുറച്ചുകൂടെ ഒന്ന് ലോവർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അപ്സൈസ് ചെയ്യണം, അതായത് കുറച്ചുകൂടെ ലോഡൊക്കെ കയറ്റുന്ന സമയത്ത് അടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പുറകിലത്തെ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുമോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജുവേൻ അർജുനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ബ്രോ, ലോങ് സ്ട്രോക്ക് വേഴ്സസ് ഷോർട്ട് സ്ട്രോക്ക് റിയർ സസ്പെൻഷനെ കുറിച്ച് പറയാമോ? 100%. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ട്രോക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് മേളിലോട്ടും താഴോട്ടും പോകുന്നത്. അതായത് മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു സ്ട്രോക്ക്. ഈ ഒരു സ്ട്രോക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ, ഇങ്ങനെ ഇതെന്താ സ്ട്രോക്ക് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ശരിക്കും ലോങ് സ്ട്രോക്ക്, ഷോർട്ട് സ്ട്രോക്ക്, ശരിക്കും നമ്മുടെ വാഹനത്തിൽ ഒരു നോർമലായിട്ടുള്ള ഷോക്ക് അബ്സോർവർ ആണ് വരുന്നത്. അതായത് ഏകദേശം എല്ലാം ടെറൈൻസിൽ കൂടെ ഓടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ലോഡുകൾ, അതായത് ഓവറായിട്ടുള്ള ലോഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാൽ നോർമലായിട്ടുള്ള ലോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് നമ്മുടെ വാഹനത്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന. അടിഭാഗം ഇടിക്കാനുള്ള ഒരു ചാൻസസും ഇല്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പർ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വാഹനം കുറച്ചുകൂടെ ഒന്ന് ലോവർ ചെയ്യണമെന്നുണ്ട്, അതായത് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് താക്കണമെന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഇത് താക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വാഹനം കുറച്ചുകൂടെ ഒന്ന് റോഡിലോട്ട് പതിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കിട്ടുന്നൊരു ഫീൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നല്ലൊരു നല്ലൊരു ട്രാക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും, കുറേ കൂടെ വാഹനം ലോവർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അത്യാവശ്യം ഇനിയും പൊക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വാഹനത്തിൽ കുറച്ച് ലോഡ് കൂടുതൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുറച്ച് ഓഫ് റോഡിങ് പർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് വാഹനം കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നീളം കൂടിയ ഷോക്സ് അവൈലബിൾ ആണ്. അതായത് നോർമൽ ഷോക്കിൻ്റെ ഹൈറ്റ് ഇതാണെങ്കിൽ മറ്റൊരു അല്പം കൂടെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കൂടുതലല്ല, ചിലപ്പോൾ 2 വിരലിൻ്റെ ഗ്യാപ്പൊക്കെ നമുക്ക് ബാക്കിലത്തെ ഷോക്ക്, മീൻസ് ബാക്കിലത്തെ ടയറും ബോഡി ആയിട്ടുള്ള ഒരു വ്യത്യാസം, അങ്ങനെയൊക്കെ നമുക്ക് നോക്കുന്ന രീതിക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് നമുക്ക് പൊക്കാൻ പറ്റില്ല, കാരണം വാഹനം മറിയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു സ്റ്റാൻഡേർഡിനകത്ത് നിൽക്കുന്ന രീതിക്ക് നമുക്ക് ചെറിയ രീതിക്ക് വ്യത്യാസം വരുത്തിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പം നമ്മുടെ റിയർ ആക്സിലും കാര്യങ്ങളൊക്കെ, അതായത് റിയർ ബീമും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇൻ കേസ് ചിലപ്പം ഈ അൺഈവൻ ആയിട്ടുള്ള ഷോക്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ടയറിന് തേയ്മാനോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലോഡ് ഡിവൈഡിങ്ങും പ്രോപ്പർ ആയിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ചെറിയ രീതിക്ക്, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഷോക്കൊന്ന് ചെറുതാക്കണം, അല്ലെങ്കിൽ വാഹനം വരെ അല്പം കൂടെ ഒന്ന് ഇരുത്തണം എന്നൊക്കെ പ്ലാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. വാഹനത്തിനോട് ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും, അതായത് ഇതുപോലത്തെ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.